എത്താം. അരുൺ, ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് പി കെ സനോജ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. സനോജ്, ഇതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണോ? ഇത്രയും ഒരു ലേഖന വിവാദം, വ്യവസായ നയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ പുകയുന്ന സമയത്ത് ഡിവൈഎഫ്ഐ നടത്തുന്ന, CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണോ തരൂരിനുള്ള ക്ഷണം? അല്ല, ഞങ്ങള് വളരെ നേരത്തെ തന്നെ ആലോചിച്ച ഒരു പരിപാടിയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുവജന സംഘടന രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ വിവിധ പരിപാടികളുണ്ട്. അപ്പൊ വിവിധ സെഷനുകളുണ്ട്, പിച്ചിങ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അത്തരം പരിപാടികളിലേക്ക് വിവിധ തുറകളിൽപ്പെട്ട ആളുകളെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള, കേരളത്തിന്റെ ഈ മുന്നേറ്റത്തെ കുറിച്ചൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ശശി തരൂർ കൂടി വരണം ഞങ്ങൾ ആഗ്രഹിച്ചു. മാത്രമല്ല, തിരുവനന്തപുരത്താണ് പരിപാടി നടക്കുന്നത്. അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധി കൂടിയാണ്. ആ നിലയിലാണ് ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടത്, നേരിട്ട് പരിപാടിക്ക് ക്ഷണിച്ചത്. അദ്ദേഹം പരിപാടിക്ക് വരും എന്ന് ഡിവൈഎഫ്ഐക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. വികസനത്തെ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ലെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ അദ്ദേഹത്തിന് അന്ന് നേരത്തെ ഏറ്റുപോയ 1-2 പരിപാടികളുണ്ട്. അപ്പൊ അതിന് പോണ്ടിവരും എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇത് വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നത സംസ്ഥാന കോൺഗ്രസിനകത്ത് പുകയുന്ന ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയ ശേഷം മടങ്ങുന്ന ശശി തരൂര് ഈ ഒരു അവസരത്തിൽ CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി ഇത് നീക്കമായി ഇത് വ്യാഖ്യാനിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ സനോജ്? അല്ല, ഇതിന് രാഷ്ട്രീയ നീക്കത്തിനും കാര്യമില്ല. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് അഭിപ്രായമല്ലേ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പലവിധ അഭിപ്രായങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പെട്ട്, പക്ഷേ അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുള്ള ഈ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഡാറ്റ വെച്ചിട്ടാണ് അദ്ദേഹം ഒരു ലേഖനം എഴുതിയത്. അപ്പൊ അതിന്മേലാണല്ലോ ഒരു വിവാദം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും അങ്ങനെ വിവാദം ഉണ്ടാക്കിയത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടും രമേശ് ചെന്നിത്തലയോടൊക്കെ കേരളീയ സമൂഹം നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാതിരുന്നൊരു വിഷയം വളരെ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പൊ കേരളം ഇപ്പോഴാണ് ആളുകൾ അറിയുന്നത് കേരളം ഇത്രമാത്രം മാറിയിട്ടുണ്ടോ എന്നൊരു വലിയ പ്രചരണം ഇതിന്റെ ഭാഗമായിട്ട് വന്നല്ലോ. സനോജ്, അപ്പോൾ ഇത് പരിപാടിയിൽ പങ്കെടുക്കാൻ അസൗകര്യമുണ്ട് എന്ന് പറയുന്നിടത്ത് ഒരുപക്ഷെ ഈ നടത്തിയ ലേഖനത്തിലെ പരാമർശങ്ങളിൽ അദ്ദേഹം പശ്ചാത്തപിക്കുകയോ അല്ലെങ്കിൽ അത് തിരുത്തണമെന്നും ഉള്ളിൽ കരുതുകയോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഈ ഭിന്നത കൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു ചിന്ത ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയും വിലയിരുത്തപ്പെടാലോ. ഒരിക്കലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം വികസന, ഞങ്ങൾ ഈ പരിപാടിയോട് വളരെ പോസിറ്റീവായിട്ട് നല്ല പരിപാടിയാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം സ്ഥലത്തുണ്ടെങ്കിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നേരത്തെ ചില പരിപാടികൾ ഏറ്റുപോയത് കൊണ്ട് ഇത്തരമുള്ള പോലെ ആളുകൾ നമുക്കറിയാലോ, വലിയ ഈ രാജ്യത്തുടനീളം പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പോകേണ്ടി വരും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളെ പരിപാടിയോട് ഒരു മുഖം തിരിച്ചിരുന്ന സമീപനമല്ല ഞങ്ങളുണ്ട് കാണിച്ചത്. ഞങ്ങള് ഇപ്പം ഇവിടെ കണ്ടിട്ട് ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ അദ്ദേഹത്തെ കണ്ടിട്ട്. നമ്മളിപ്പോ കണ്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ്, ബസ്സിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. നന്ദി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ പ്രതികരിച്ചത്. ഇപ്പോൾ